ആദ്യമേ തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ഇന്ന് കേട്ടില്ല, ഇന്ന് ഓഗസ്റ്റ് 15, 1947 ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. അതിൻ്റെ ആഘോഷമാണ് ഇന്ന് രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ധാരാളം ദേശാഭിമാനികൾ രക്തസാക്ഷികളായിട്ടുണ്ട്. അവരുടെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ പരിസരമാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അതുകൊണ്ട് ഈ അവസരത്തിൽ നമ്മൾ എല്ലാവരെയും സ്മരിക്കണം, അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കണം. ബ്രിട്ടീഷുകാർ അർത്ഥനഗ്നയായ ഫക്കീറെന്ന് ഗാന്ധിജിയെ അധിക്ഷേപിച്ചു. പക്ഷേ അദ്ദേഹം അതെല്ലാം മറന്ന് നമുക്ക് പോരാടുക, സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രയത്നിച്ചു. അതോടൊപ്പം നമ്മുടെ ലാൽ ബഹാദൂർ ശാസ്ത്രി, നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, റാണി ലക്ഷ്മിബായി തുടങ്ങിയ എല്ലാവരുടെയും മുഖം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഓടിയെത്തണം. അതോടൊപ്പം തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഒത്തൊരുമിച്ച് നിൽക്കണം. നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ദേശസ്നേഹവും ആത്മാഭിമാനവും ഐക്യവും അഖണ്ഡതയും ഒക്കെ വേണം. ജാതിയും മതവും വർണ്ണവും വ്യത്യാസവും ഒന്നുമില്ലാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുമെന്ന് നിങ്ങളെല്ലാവരും മനസ്സിൽ മനസ്സിൽ ചെയ്യണം. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. മായ ടീച്ചർ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. ഇപ്പം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരം നിങ്ങൾ പാഠങ്ങളിലൂടെയൊക്കെ പഠിക്കുന്നുണ്ട്. അന്ന് നടന്ന രാജ്യസ്നേഹികൾ നമുക്കിപ്പോൾ 2, 3, 4 ജോഡി ചെരുപ്പൊക്കെ ഉള്ളവരാണ് അല്ലേ? അന്നുണ്ടായിരുന്ന ആ രാജ്യസ്നേഹികർക്ക് ചെരുപ്പ് പോലും ഇല്ലാതെ ഈ വെറും കാലുകൊണ്ട് ഈ നാട് മുഴുവൻ നടന്ന് നേടിത്തന്നതാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം. അത് നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് നമ്മളെ സ്വതന്ത്രരാക്കി തീർത്തു. ആ ഒരു കടപ്പാടും നന്ദിയൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അതുകൊണ്ട് മാതൃരാജ്യത്തോടുള്ള സ്നേഹം, നമ്മുടെ നാടിനോടുള്ള സ്നേഹം എല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്നൊരു മന്ത്രം നമ്മുടെ മനസ്സിലും ഉണ്ടാവണം. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. അതുപോലെ 78 വർഷങ്ങൾ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് കഴിഞ്ഞു പോവുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനായി ജീവൻ ബലികൊടുത്ത ധീരദേശാഭിമാനികളെ അനുസ്മരിക്കാതെ ഈ ദിവസം ഒരിക്കൽ പോലും നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. അതുപോലെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ മഹാത്മാഗാന്ധി തുടങ്ങി മറ്റ് എല്ലാ നേതാക്കന്മാരും, അതുപോലെ ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തരുന്ന കാലത്ത് ഇട്ടിട്ട് പോയ ഇന്ത്യയെ എന്താ പറയുക, മീനിൽ നിന്നും മാംസമെല്ലാം എടുത്തു മാറ്റി മുള്ളു മാത്രം നമുക്ക് തന്നിട്ട് പോയ ഒരു ഇന്ത്യയായിരുന്നു. ആ ഇന്ത്യയിൽ നിന്നും ഇന്നത്തെ ഇന്ത്യയിലേക്ക് മാറ്റിക്കൊണ്ടുവന്ന കാലാകാലങ്ങളിൽ വന്ന ഇന്ത്യയുടെ ഭരണാധിപർ, ഇവരെല്ലാവരെയും ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു. ഇന്ന് 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ രാജ്യമെമ്പാടും സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ കൈമാറുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ. ബ്രിട്ടീഷ് മേധാവിത്വത്തിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിച്ച മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, ഭഗത് സിംഗ് എന്നീ ധീര ദേശാഭിമാനികളുടെ സ്മരണ നിലനിർത്തുന്ന മഹത്തായ ദിനമാണ് ഇന്ന്. അവർ നേടിത്തന്ന സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ
ആസ്വദിക്കാനും നിലനിർത്തുവാനും നമുക്ക് കഴിയണം. നാം ഏവരും ഒന്നാണെന്നും ജാതിയുടെയോ വർഗത്തിൻ്റെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ പേരിൽ കലഹിക്കരുതെന്നും ഈ ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ ക്വാളിറ്റികൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലും പകർത്തുമെന്ന് നമുക്ക് ഈ ദിനം പ്രതിജ്ഞയെടുക്കാം. ജയ് ഹിന്ദ്. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയിട്ട് 78ാമത് ദിനമാണ്. നമ്മൾ ഓർക്കേണ്ടത്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ സ്വാതന്ത്ര്യ സമര ദിനത്തിൽ ഞാൻ എൻ്റെ സഹോദരനോട് ചോദിച്ചൊരു ചോദ്യം, നമുക്ക് അന്നത്തെ ധീരദേശാഭിമാനികൾക്ക് ഇന്ത്യയെ സ്വതന്ത്രരാക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അന്നത്തെ ആബാലവൃദ്ധം ജനങ്ങൾക്ക്, അതായത് കുട്ടികൾ മുതൽ അന്നത്തെ ഇന്ത്യക്കാരായിരുന്ന എല്ലാവരുടെയും ഒരു ജീവിത അഭിലാഷമായിരുന്നു ബ്രിട്ടീഷുകാരിൽ നിന്ന്, ഈ കൊളോണിയൽ വ്യവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ സ്വതന്ത്രരാക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മുടെ നാട്ടിലും നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വത്തും ജീവനും ത്യജിച്ചിട്ടാണ് നമ്മൾ ഈ ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം ലഭിച്ചത്. നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ എന്തെല്ലാം ത്യാഗം സഹിച്ചുവെന്ന് നമുക്ക് നേരിട്ടറിയില്ല. നേരിട്ടറിയാത്തൊരു തലമുറയാണ് ഞാനും നിങ്ങളും. സ്വന്തം ജീവനും ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു എന്നീ 3 യുവാക്കൾ, നിങ്ങളൊരു 3 വർഷം കഴിഞ്ഞാൽ അവരുടെ പ്രായമാവും. +1 വിദ്യാർത്ഥികളൊക്കെ ഒരു 3-4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഏജാവും. ഈ സമയത്താണ് അവർ രാജ്യത്തിന് വേണ്ടി, ഏകദേശം 23ാമത്തെ വയസ്സിലാണ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെടുന്നത്. രാജ്യത്തിന് വേണ്ടി നിർഭയം തൂക്കുകയറി മരിച്ചത് 23ാമത്തെ വയസ്സിലാണ്. നമുക്ക് അവരുടെ ജീവനും സ്വത്തിനും എന്തെല്ലാം ത്യാഗം സഹിച്ചുവെന്ന് നമുക്ക് പുസ്തകങ്ങളിലൂടെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിവ് മാത്രമേ ഉള്ളൂ. ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യം, അന്നത്തെ യുവാക്കൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും സ്വാതന്ത്ര്യം നേടാൻ എന്നുള്ള ഒരു ജീവിതാഭിലാഷം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഇപ്പോഴുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി പോരാടേണ്ടതുണ്ടോ? ഉണ്ട്. ധാരാളം കാര്യങ്ങൾക്ക് ഇന്ത്യ ഇപ്പോഴും, നിങ്ങൾ യുവാക്കളായിട്ടുള്ള, നിങ്ങൾ മുതിർന്നവരാണെങ്കിൽ കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ, ഇന്ത്യ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നു. വിദേശ ശക്തികളിൽ നിന്നുള്ള ആക്രമണങ്ങൾ, ഇതൊരു വെല്ലുവിളിയാണ് ഇന്ത്യ നേരിടുന്നത്. മറ്റൊരു വെല്ലുവിളി നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെയുണ്ട്. നിങ്ങളെല്ലാം മുതിർന്ന പൗരങ്ങളാകുന്ന സമയത്ത് ഇത്തരം വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് വാർത്താമാധ്യമങ്ങളിൽ വരുന്നതാണ് അഴിമതി. അഴിമതി എന്ന് പറയുന്നത് ഇന്ത്യക്കുള്ളിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അത്തരം കാര്യങ്ങളെയൊക്കെ നിങ്ങൾ പോരാടി മാറ്റേണ്ടതുണ്ട്. മറ്റൊന്ന്, നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് നാനാത്വത്തിൽ ഏകത്വം. അതായത് പലതരത്തിലുള്ള നിറം, ജാതി, മതം, സംസ്ഥാനം, പ്രാദേശികമായ പ്രശ്നങ്ങൾ, ഇത്തരം വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു നാടാണ് ഇന്ത്യ. ഇത്തരം വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു നാട്ടിൽ ഈ വൈവിധ്യങ്ങളെയെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം.